ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 63. നമ്മുടെ ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ. ഒരു കാരണവശാലും നമുക്ക് അതൊന്നും ഒഴിച്ചു മാറ്റി വെക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് അനുമോളെ പറ്റി. എൻ്റെ ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള വീഡിയോ കാണുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് അറിയാം, ഞാൻ അനുമോളെ വിമർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്തും നിന്നിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ചേച്ചിമാർക്കൊക്കെ സ്വന്തം വീട്ടിലെ ഒരു കുഞ്ഞിനെ പോലെ ആയിരിക്കും അനുമോള്. അനുമോളൊന്ന് കരഞ്ഞാൽ നിങ്ങൾക്കും ഒക്കെ സങ്കടം തോന്നും. എനിക്ക് അത്രയൊന്നും സങ്കടം തോന്നിയിട്ടില്ലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ഈ പെങ്കൊച്ച് കരയുന്ന കാണുമ്പോഴും പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ സങ്കടപ്പെടുന്ന ആ ഒരു സ്വഭാവമൊക്കെ ഈ പെങ്കൊച്ചിനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഒരു ഇച്ചിരി മനസ്സിലുമൊക്കെ ഈ പെങ്കൊച്ചിനോടുണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാലോ. എന്നാൽ വിമർശിക്കേണ്ട സമയത്ത് നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടേ, അതും ഞാൻ പറയും. ഈ ആര്യൻ ജിസൈൽ ഇഷ്യൂവിൽ നമ്മുടെ ലാലേട്ടൻ്റെ മുമ്പിൽ ലാലേട്ടൻ വന്ന് വറുത്ത് കോരിയപ്പോൾ പോലും പറഞ്ഞ വാക്കിൽ പറഞ്ഞ സ്റ്റാൻഡിൽ അനുമോൾ ഉറച്ചു നിന്നപ്പോൾ അനുമോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. എനിക്ക് തന്നെ ഇന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ അനുമോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നിപ്പോയി അനുമോളോട്. അനുമോളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു ദുർഗുണ പരിഹാര പാഠശാല. അവിടുത്തെ ഇച്ചിരി തല്ലുകൊളി പരിപാടികളുള്ള പിള്ളേരാണ് അവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം, അനുമോളെ ഒഴികെ. അനുമോള് അവിടുത്തെ ടീച്ചർ. അനുമോള് മറ്റേ ചൂരിലും കൊണ്ട് വന്ന് എല്ലാവരെയും പഠിപ്പിക്കും. മക്കളെ, നിങ്ങൾ അങ്ങനെ ഇരിക്കണം, നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം, നിങ്ങൾ ഉണ്ണുമ്പോൾ ഇങ്ങനെ ഉണ്ണണം. എന്താണ് ഇത്? നമുക്ക് എന്തായാലും വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ലാലേട്ടൻ തുടങ്ങിയത് ഇങ്ങനെയാണ്. ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ വന്നിട്ട് പറയുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. പക്ഷേ ഇവിടെ ഒരാൾ അത്ര സന്തോഷത്തിലല്ല. ബിഗ് ബോസ്, നിങ്ങൾ ബിഗ് ബോസിനെ പറ്റി സംസാരിക്കുന്നതൊക്കെ നമ്മളും അറിഞ്ഞു. അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ പല ആളുകളും പലതും പറഞ്ഞു. അതിനൊക്കെ ഉള്ള മറുപടി ബിഗ് ബോസ് തന്നെ കൊടുക്കുന്നുണ്ട്. ലാലേട്ടനും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പലർക്കും ഫുഡൊക്കെ വലിയ പ്രശ്നമാണ്, ഇവിടെ ടൂറിനൊന്നും അല്ല വന്നേക്കുന്നത് ബിഗ് ബോസും പറഞ്ഞു, ലാലേട്ടനും പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ ഒരുപാട് അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല, കാരണം പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ ഒരാളുടെ കാര്യം മാത്രം എനിക്കൊന്ന് സംസാരിക്കണം. അത് വേറൊന്നുമല്ല, നമ്മുടെ ലക്ഷ്മിയുടെ കേസ്. ലക്ഷ്മിയുടെ മകനെ അകത്തോട്ട് കയറ്റി വിട്ടിട്ടില്ലല്ലോ. അപ്പം അതിന് ബിഗ് ബോസ് കൊടുത്ത എക്സ്ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമ തടസ്സങ്ങൾ. ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പം നിയമ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് മകനെ അകത്തോട്ട് കയറ്റാതിരുന്നത് എന്ന് ബിഗ് ബോസ് പറയുന്നത് കേട്ടു. അപ്പം എനിക്ക് തോന്നിയൊരു സംശയമാണ്, ഇതിന് മുമ്പും പിള്ളേരൊക്കെ അവിടെ വന്നിട്ടില്ലേ? എൻ്റെ ഒരു സംശയം, നിങ്ങൾ പറയണം. പിള്ളേരൊക്കെ വന്നിട്ടുണ്ടല്ലോ അവിടെ. കൈക്കുഞ്ഞൊന്നും അല്ല ലക്ഷ്മിയുടെ മകൻ, അല്ലല്ലോ. അത്യാവശ്യം നടക്കുന്ന എത്ര വയസ്സുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നടക്കുന്ന പ്രായത്തിലുള്ള ഒരു പയ്യനാണ്. അതും പോട്ടെ, ഇനിയിപ്പം നിയമ തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അമ്പലപ്പുഴയിലുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ടിക്കറ്റും ബുക്ക് ചെയ്ത് അവൻ്റെ കുടുംബത്തോടൊപ്പം ചെന്നൈയിലേക്ക് എത്തിക്കേണ്ട കാര്യം എന്തായിരുന്നു? അല്ല, നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ അതിന് ടിക്കറ്റൊന്നും എടുത്തു കൊടുത്ത് അതിനെ ഇവിടുന്ന് അവിടെ വരെ കൊണ്ടുപോകണ്ടായിരുന്നല്ലോ. എന്തിനാ ആ പരിപാടിയൊക്കെ ചെയ്തേ? അതൊക്കെ ഒരു വൃത്തികേടല്ലേ? എന്നിട്ട് പിന്നെ നിയമ തടസ്സങ്ങളെന്നും പറഞ്ഞ് ന്യായീകരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കൊച്ചിനെ കൊണ്ടുപോകണ്ടായിരുന്നേ. കൊച്ചിനെ അവരിവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വല്ലതും ഒക്കെ പോകത്തില്ലായിരുന്നോ? ബന്ധുക്കളെ വല്ലതും. ഈ ഫ്ലൈറ്റിൽ ആ കൊച്ചിനെ ഇവിടുന്ന് അവിടെ വരെ കൊണ്ടുപോയി. അത് അവൻ്റെ അമ്മയെ കാണാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കത്തില്ല ചെന്നത്. എന്നിട്ട് അതിനെ അകത്ത് കയറ്റാതെ പുറത്ത് നിർത്തിയത് യോജിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബിഗ് ബോസിന്റെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഫാമിലികൾ വന്നതിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഇവർക്ക് കേക്ക് കിട്ടാത്തതിനെ പറ്റി ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം കേക്ക് ഞാൻ സ്റ്റോർ റൂമിൽ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി എടുക്കൂ കഴിക്കൂ എന്നൊക്കെ പറയുന്നു. അവിടെ നിന്നാണ് കളി തുടങ്ങുന്നത്. അപ്പോൾ അതുവരെയൊക്കെ ജസ്റ്റ് നോർമൽ കോൺവെർസേഷൻസ് ആണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് കേക്ക് അകത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്നു സ്റ്റോർ റൂമിൽ നിന്ന്, കട്ട് ചെയ്ത് കഴിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ലടേ. അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് ഇവിടുന്ന് മാന്തലും പിച്ചലും ഒക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ അനുമോൾ അങ്ങോട്ട് തുടങ്ങുന്നു, നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഭക്ഷണം കറക്റ്റായിട്ട് പതുക്കണ്ടേ, കറക്റ്റായിട്ട് എല്ലാവർക്കും കറക്റ്റ് കൊടുക്കണം, നിങ്ങളെന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു എനിക്കത് മനസ്സിലാവാൻ, എന്തിനാ ഇത്ര സ്ട്രിക്റ്റ് ആവുന്ന അനുമോള്? ഒരുമാതിരി ഒരു 60-70 വയസ്സുള്ള ചേച്ചിമാര്, അങ്ങനെ പറയാലോ, 70 വയസ്സുള്ള ചേച്ചിമാരെ പോലൊക്കെയാണ്. എന്തിനാ ഇത്ര നിർബന്ധം അനുമോക്ക്? എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ഒരു ചെറിയ വഴക്കോടെ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു, കയറി വരുമ്പോഴേ പറയുന്നുണ്ട്, ഞാൻ കണ്ടു അവിടെ മിണ്ടായിരിയെല്ലാം. എന്താന്നായി കാണിക്കുന്നത്? എന്തോ ഇവിടെ ഒരു കേക്ക് തന്നപ്പോൾ അതിൻ്റെ പേര് ബഹളം. എന്തോ നീയൊക്കെ ഇവിടെ കാണിക്കുന്നത്? ലാലേട്ടൻ, എന്താ അനുമോളെ പറ്റിയത്? നീ പറ, എന്താ ഇത്? ഉടനെ അനുമോള് ചാടി എണീറ്റിട്ട്, ലാലേട്ടാ
ഇവിടെ കേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ ആര്യൻ കൈയിട്ട് പകുതി അങ്ങ് എടുത്തു. പല തവണയായി ഇവൻ ഇത് ചെയ്യുന്നു. അനുമോള് പറയുന്നതിനകത്ത് കള്ളത്തരമൊന്നുമില്ല, പറയുന്നത് സത്യം തന്നെ. പലതവണ ആര്യൻ പലപ്പോഴും ഇതൊക്കെ ചെയ്യാറുണ്ട്. പലതവണ മറ്റുള്ളവരുടെ പ്ലേറ്റിലിരിക്കുന്ന സാധനങ്ങൾ ഇവൻ എടുക്കുന്ന ഒരു പരിപാടി ഇവനുണ്ട്. കറക്റ്റായിട്ട് കട്ട് ചെയ്തൊന്നും ഈ കേക്ക് എടുക്കുന്നില്ല ആരും. എന്താ അങ്ങനെ ചെയ്യാത്തത്? ഉടനെ ലാലേട്ടൻ പറയുന്നു, ഇനി ഞങ്ങൾ കട്ടും കൂടെ ചെയ്ത് തരണോ നിങ്ങൾക്ക്, അതോ ഇനി ഈ കൊടുക്കുന്ന പരിപാടി നിങ്ങൾക്കൊക്കെ ഈ തരുന്ന പരിപാടി അങ്ങ് നിർത്തണമെന്ന് ചോദിക്കുന്നുണ്ട്, തരാതിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അനുമോള് പറയുന്നുണ്ട്, കൊടുക്കാതിരിക്കണം ലാലേട്ടാ, കൊടുക്കരുത് എന്നൊക്കെ അനുമോള് പറയുന്നത് കേട്ടു. അല്ല, അനുമോള് എന്താണ് അനുമോളുടെ പ്രശ്നം? കൊടുക്കരുതെന്ന് വല്ലപ്പോഴും അവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടുന്നത്, അത് വേണ്ട, ഇവിടെ ആർക്കും ഒന്നും കൊടുക്കണ്ട, ഇതൊക്കെ പറയാൻ അനുമോൾ ആരാ? ഞാനൊരു നിമിഷം ആലോചിച്ചു, എന്താ ഈ കൊച്ചി ഇങ്ങനെ കാണിക്കുന്നത്? വെറുപ്പിക്കുവോ ഇവള്? പിന്നെ PR-ന്റെ പുറത്താണ് ഭൂരിഭാഗം കുറേയൊക്കെ കളിച്ചു പോകുന്നത്. അത് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവേ. ഇനിയിപ്പോൾ അല്ല അനുമോക്ക് PR ഇല്ല എന്നൊന്നും പറഞ്ഞ് ആരും ഇവിടെ വന്ന് കഥ പറയരുത് പ്ലീസ്. വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം അത്. അത്യാവശ്യത്തിന് അത്യാവശ്യം എല്ലാത്തിനും PR ഉണ്ട്. അനുമോൾക്കൊക്കെ ഹെവി PR-ആ ആയിക്കോട്ടെ, പക്ഷെ അവളെ ഒരു PR-ഉം കൂടാതെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അതിന് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി, ഇതൊക്കെ എന്തോ ഇത് ഒരു കേക്ക്. ലാലേട്ടൻ അത് വളരെ നൈസായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടെ, എന്നാ നിനക്കൊന്നും ഇനി തരുന്നില്ല. ഉടനെ അനുമോള്, ആ കൊടുക്കണ്ട ലാലേട്ടാ, കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട. ഉടനെ ആദില അവിടുന്ന് എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, അനുവിന് കൊടുക്കണ്ട ലാലേട്ടാ, അവക്ക് വേണ്ടെങ്കിൽ അവക്ക് വേണ്ട, നമുക്ക് വേണം ലാലേട്ടാ എന്ന് ആദില എണീറ്റ് എന്ന് പറയുന്നുണ്ട്. ഉടനെ ലാലേട്ടൻ പറയുന്നു, ഇവരെടുക്കുന്നത് നിങ്ങൾക്ക് ഒരു പീസ്, ഇവരെടുക്കുന്നു, ഓക്കെ മനസ്സിലാക്കാം, അവരെല്ലാവരും ചാടിക്കേറി കൈയിട്ട് വാരിയൊക്കെ അങ്ങനെയൊക്കെയാ തിന്നുന്നത്, നിങ്ങൾക്കൊരു പീസ് എടുത്തിട്ട് അങ്ങ് പൊക്കൂടെ? അനുമോളോട് ചോദിക്കുമോ? കറക്റ്റ് അല്ലേ? അനുമോക്ക് എന്താ വേണ്ടത്? ഒരു പീസ് വേണം. അനുമോൾ അത് കട്ട് ചെയ്യുക, എടുക്കുക, മാറിപ്പോവുക. അവരെന്താന്ന് വെച്ചാൽ അവിടെ കാണിച്ചോട്ടെ. ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കണം. നിങ്ങൾ എന്തിനാ ഇതിനകത്തൊക്കെ കയറി പിടിച്ചിട്ട് ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം, ഇത് അങ്ങനെ വേണം, ഇതിങ്ങനെ വേണം? എന്തിന്റെ സോക്കേടാ അനുമോക്ക്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഉടനെ അനുമോള് പറയുന്നുണ്ട്, ഒരാൾക്ക് കുറഞ്ഞു പോയി, ഒരാൾക്ക് കൂടിപ്പോയെന്നും പറഞ്ഞ് ഇവിടെ വഴക്കുണ്ടാക്കും. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു, അത് നിങ്ങളുടെ വിഷയമല്ലല്ലോ, നിങ്ങളതിനകത്ത് തലയിടുന്നത്. ഇത് നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് പഠിക്കൂ, നിങ്ങൾ ആവശ്യമില്ലാത്തതിനകത്ത് കയറി തലയിടാതിരിക്കാനും കൂടെ ഒന്ന് പഠിക്കൂ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞതല്ലേ? എനിക്കതിനകത്ത് തെറ്റായിട്ടൊന്നും തോന്നിയില്ല. അനുമോക്ക് എന്താ ഇത്ര അങ്ങോട്ട്? ഒന്നുമില്ല, ഒരൊറ്റ ഉത്തരം, കണ്ടന്റ് വേണം, കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയും കൂടെ ഒരു കണ്ണിൽ കൂടെ കാണണേ എല്ലാവരും. ഞാൻ അതും കൂടെ പറയും, അത് വേറെ കാര്യം. അനുമോക്ക് കണ്ടന്റ് വേണം, കണ്ടന്റിന് വേണ്ടി ഇത് കാണിക്കുന്നത്. പക്ഷെ ഇതൊരുമാതിരി ഈ നമ്മുടെ നെവിൻ ഈ ആദ്യമൊക്കെ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നു, എന്റർടൈനർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെറുപ്പാവുന്നില്ല നിങ്ങൾക്ക്? എനിക്ക് അതുപോലെ തന്നെ അനുമോളുടെ കേസ്. ഈ ആദ്യമൊക്കെ ഓക്കെ, ഇപ്പൊ ഒരുപാട് അങ്ങ് സ്ട്രിക്റ്റ് ആയിട്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഒരു ദുർഗുണ പരിഹാര പാഠശാല, അവിടുത്തെ ടീച്ചറാണ് അനുമോള്. എല്ലാവരെയും നന്നാക്കാൻ വേണ്ടിയാണോ അനുമോൾ അതിനകത്ത് വന്നിരിക്കുന്നത്? അല്ല, അനുമോളുടെ നിപ്പും ഭാവവും ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അനുമോളുടെ ഡയലോഗ് ഒക്കെ ഉണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് അനുമോളുടെ അടുത്ത ഡയലോഗാണ്, ഞാൻ ഫുഡിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ലാലേട്ടാ, തോന്നിയ പോലെ കഴിക്കുകയും അത് വെച്ച് കളിക്കുകയും ഇതൊന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഓക്കെ, അനുമോള് പറയുന്നതിനകത്ത് കാര്യമുണ്ട്, ഭക്ഷണത്തിന്റെ റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തു തന്നെ വേണം ചെയ്യാനായിട്ട്. പക്ഷെ ഈ പറയുന്ന അനുമോള് എപ്പോഴും അങ്ങ് റെസ്പെക്ട് ചെയ്യാറുണ്ടോ ഭക്ഷണത്തെ? അല്ല, അങ്ങനെ ഭക്ഷണത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഭക്ഷണത്തിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാതിരിക്കണം. ഒരു കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അനുമോക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക, മാറുക. അല്ലാതെ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം, അത് അങ്ങനെ പോകണം, അത് കറക്റ്റായിട്ട് ഇത്ര അളവിൽ പോകണം, എന്തോത്തിനാണേ ആ ഭക്ഷണത്തിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഇത്ര ഒച്ച ഉണ്ടാക്കുന്നത്? അതിനെപ്പോ ഒരു കുഴപ്പമില്ലേ? എനിക്ക് എൻ്റെ ഒരു അറിവിൽ അതും ഒരു ഡിസ്റെസ്പെക്ട് തന്നെയാണ്. ഭക്ഷണത്തിന് ഇഷ്ടമുള്ള ഒരാൾ അങ്ങനെ ചെയ്യത്തില്ല. അയാൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക, മാറുക. ലാലേട്ടൻ അതാണല്ലോ പറയുന്നത്, നിങ്ങൾ എടുക്കുക, നിങ്ങൾ മാറ്. നിങ്ങളെന്തിനാ ഇതിന്റെ പേരും പറഞ്ഞ് ഇത്ര അങ്ങോട്ട്? ഞാനും ആലോചിച്ചു, ഇവളെന്തിനാ ഇത്ര അങ്ങോട്ട് ഷോ ഓഫ് ഇറങ്ങുന്നത്? കിട്ടുന്നത് എടുക്കുക, പോവുക. അതിന് പകരം അവിടെ കിടന്നോണ്ട് അതിന്റെ പേരിൽ ആൾക്കാർ കരയും കൂവും, അവർ പിന്നെ ഇത് ബഹളം ഉണ്ടാക്കും. അനുമോൾ എന്തിനാ ഇതൊക്കെ നോക്കുന്നത്? അനുമോൾ ഇത് നോക്കുന്നതിന്റെ കാര്യം അത് വേറെ. അനുമോൾ ഇത് നോക്കി ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിന്റെ കാര്യം അനുമോളുടെ കണ്ടന്റ്. മറ്റുള്ളവർ ഈ ചാടിക്കേറി വലിച്ചു പിടിച്ചെടുത്തോണ്ട് പോകുന്നത് കിട്ടാൻ ആക്രാന്തത്തിന്റെ പുറത്ത് വല്ലപ്പോഴും ആയിരിക്കും ഇതൊക്കെ കിട്ടുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന എടുത്ത് അകത്തോട്ട് കയറ്റാന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരിത് ചെയ്യുന്നത്. അപ്പോഴും കണ്ടന്റ് ഉണ്ടാക്കാൻ പോകുന്ന ഈ അനുമോളോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാലോ. ഭക്ഷണത്തിന്റെ പേരിൽ അത് കിട്ടുമ്പോഴത്തേക്ക് കിട്ടുന്ന എടുത്ത് വെച്ച് വയലും എങ്ങനെയെങ്കിലും കുറച്ച് അകത്താക്കിയിട്ടൊന്ന് സമാധാനപ്പെടാനായിരിക്കും എല്ലാവരും നോക്കുന്നത്. വേണം, എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടണം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് നടക്കത്തില്ല. അപ്പൊ അതിന്റെ രീതിയിൽ അതിനെ വിടണം. അപ്പോഴും ഇടത്തോട്ട് നിന്നിട്ട് അത് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, എല്ലാം പോട്ടെ, ഓക്കെ ക്ഷമി അനുമോളെ, എല്ലാം പോട്ടെ. പക്ഷെ ലാലേട്ടൻ ഇവിടെ ആർക്കും കൊടുക്കണ്ട എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ അതെ ശരിയാ ലാലേട്ടാ, ആർക്കും കൊടുക്കണ്ട ഇവിടെ എന്നൊക്കെ പറയുന്നത് എന്ത് ചെറ്റത്തരവാ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക.
അത് വളരെ മോശമാണ്. അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. അപ്പോൾ എന്താണെങ്കിലും അനുമോളുടെ ഈ ഒരു കേസ് കഴിയുമ്പോൾ ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, ഷാനവാസെ എന്താ ഒരു മട്ടൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു? ഷാനവാസിന് നൈസായിട്ട് അനുമോക്കിട്ട് താങ്ങുന്നുണ്ട്, ചേട്ടാ ഇവളുടെ ഫ്രണ്ടിൽ പോയി, ലാലേട്ട ഇവളുടെ ഫ്രണ്ടിൽ പോയി എന്ന് ഇറക്കണം, ഇതൊക്കെ പറയുന്നുണ്ട്. അതുകൂടാതെ മറ്റേ ഹൽവ ഇഷ്യൂ അതും സംസാരമാവുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ലാലേട്ടൻ അത് കഴിഞ്ഞിട്ട് ലാലേട്ടന് കറക്റ്റായിട്ടൊരു ഉത്തരം വേണം. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അറിയാലോ കറക്റ്റായിട്ടൊരു ഉത്തരം വേണമെങ്കിൽ ലാലേട്ടൻ ഉൾപ്പെടെ ചോദിക്കുന്ന അവിടെ ഒരാളോടെ ഉള്ളൂ, അനീഷിനോട്. ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നു, എന്താണ് അനീഷ്, എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഗൂഢ ഉദ്ദേശം, അതെന്താണെന്നൊക്കെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്. ഉടനെ അനീഷ് പറയുന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അനീഷേട്ടൻ ഒരു കാര്യം പറയും, ഞങ്ങളെല്ലാവരും കിച്ചണിൽ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അനുമോള്. അതായത് അത് വേറൊന്നും കൊണ്ടല്ല, അനുമോള് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും ലാലേട്ടാ, നല്ലതായിട്ട് അവൾ ഭക്ഷണം ഉണ്ടാക്കും. പക്ഷേ അത് മുതലാക്കി പല കാര്യങ്ങളും വളച്ചൊടിച്ച് അത് മാത്രം ഫോക്കസ്, അതായത് അനുമോക്ക് മാത്രം ഫോക്കസ് കിട്ടാൻ വേണ്ടി ഒരു നാടകം കളിക്കുന്ന വ്യക്തിയായിട്ട് പലപ്പോഴും അനുമോളെ തോന്നിയിട്ടുണ്ട് എന്ന് അനീഷ് പറഞ്ഞു. ഞാനിത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ അവിടെ ഗെയിം കളിക്കാനാണ് പോയിരിക്കുന്നത്. അനുമോൾ കളിക്കും, അനുമോക്ക് കണ്ടന്റ് വേണം, അനുമോൾ ഉണ്ടാക്കട്ടെ, ഞാൻ അത്രേ പറയത്തുള്ളൂ. പക്ഷെ ചില സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ലാലേട്ടനൊക്കെ വന്ന് നിൽക്കുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു കേക്ക് കൊടുക്കുമ്പോൾ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചിട്ട് അങ്ങ് പോകണം. അനുമോക്ക് വേണ്ടത് അനുമോൾ എടുക്കുക, മാറുക. അല്ലാതെ അപ്പോഴും അവിടെ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്യണം, അതിങ്ങനെ ചെയ്യണം, ഫുഡിനോടുള്ള റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചീപ്പ് ഷോ കാണിക്കുന്നതാണൊക്കെ എനിക്ക് തോന്നിയത്. സീരിയസ്ലി വളരെ ചീപ്പ് ഷോയാണ് അത്. അതിൻ്റെ ആവശ്യമില്ല. ഫുഡിനുള്ള ഞാൻ വീണ്ടും നിങ്ങളോടാണ് ചോദിക്കുന്നത്, പ്രിയപ്പെട്ട ചേച്ചിമാരെ, നിങ്ങളായിരിക്കുമല്ലോ എന്നെ ഇപ്പോൾ തെറി പറയാൻ വരുന്നത്, നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഭക്ഷണത്തിനോട് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ഒരാൾ ഒരു ഫുഡ് കിട്ടുമ്പം ആ ഫുഡിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഇത്രയും കിടന്നുകൊണ്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കുമോ? അതിൻ്റെ പേരിൽ അവിടെ ഉള്ള ബാക്കി ആൾക്കാരോട്ട് വഴക്കുണ്ടാക്കാൻ പോവുക, എന്തിൻ്റെ കാര്യം അത്? അനുമോക്ക് വേണ്ടത് എടുക്കുക, മാറുക, ബാക്കിയവർ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെന്നേ. ഇപ്പം എല്ലാവരും എടുത്തിട്ട് അനുമോക്ക് കിട്ടിയില്ലെങ്കിൽ അനുമോക്ക് വഴക്കുണ്ടാക്കാം. ഇത് അനുമോൾ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ പോകുന്ന സമയത്തിന് അനുമോക്ക് വേണ്ടത് എടുത്തോണ്ടങ്ങ് പോയാൽ പോരെ, പരിപാടി കഴിഞ്ഞില്ലേ? ഇത് കിച്ചണിൽ മറ്റേ ഉണ്ടാക്കിയിട്ട് വിളമ്പുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ലല്ലോ. ചോറും കറിയും എടുത്ത് കൊടുക്കുന്നതാണല്ലോ, ഒരു കേക്കാണ്. അതിനകത്തും പോയി ഇങ്ങനെ എന്തിനാണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല അനുമോൾ ഈ പരിപാടി ചെയ്യുന്നത്. ഇതൊക്കെ ചിലപ്പോൾ അനുമോക്ക് ബാക്ക് ഫയർ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ നല്ല PR ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇതൊക്കെ മുങ്ങിപ്പോവും, അതും വേറെ കാര്യം. പക്ഷേ പ്രിയപ്പെട്ടവരെ, സ്ഥിരമായിട്ട് എന്നെ കാണുന്നവർക്കറിയാം, ആർക്കും വേണ്ടി ഞാനിവിടെ ഒന്നും സപ്പോർട്ട് ചെയ്ത് പറയത്തില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അത് ഞാൻ പറയും. അതിനകത്ത് ഇപ്പം ആരെന്നെ കല്ല് വലിച്ചെറിഞ്ഞാലും ഒരു കാര്യമില്ലടേ, വെറുതെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ, നമ്മുടെ ജിസൈൽ ആരാണ് ജിസൈൽ മോളെ പൊസസീവ്, ആരാ പൊസസീവ്നെസ് ആർക്കാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ നമ്മുടെ ജിസൈൽ കുട്ടി കഥ അങ്ങോട്ട് തുടങ്ങും. അത് വേറെ കഥയൊന്നും അല്ല, നമ്മുടെ ആര്യനായിട്ടുള്ള കഥ. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇവൻ പറഞ്ഞു ലാലേട്ട എനിക്ക് ഉറക്കം വരുന്നു എന്നൊരു സാധനം ഇവൻ പറഞ്ഞു. അപ്പം ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്ത് നമ്മളെ രണ്ടുപേരെയും കൂടെ ക്യാമറ ഫോക്കസ് ചെയ്യും, രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടുന്ന് മാറിയിരിക്കണം, എനിക്കൊന്ന് ഉറങ്ങണം എന്നൊക്കെ ആര്യൻ പറഞ്ഞു. ഓക്കെ മോനെ നീ ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ലക്ഷ്മി വന്നു. ലക്ഷ്മി ഇടയ്ക്ക് ഇവൻ പിന്നെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവൻ ഉറങ്ങിയില്ല. ഉടനെ ലാലേട്ടൻ ചോദിക്കുന്നു, മോനെ നിനക്ക് ഉറങ്ങിക്കൂടാ, എന്താടാ കള്ള എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ആര്യൻ എണീക്കുന്നു. എന്നിട്ട് ആര്യൻ്റെ ഭാഗം അങ്ങോട്ട് തുടങ്ങി. അത് വേറൊന്നുമല്ല, ലാലേട്ട ആ സോഫയിൽ ഇരുന്ന സമയത്ത് എനിക്ക് പീസ് ഓഫ് മൈൻഡ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ജിസൈൽ പുറത്തേക്ക് പോ. ഇപ്പോൾ ഇവൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തലവേദന എടുക്കും, എന്നെ കുറച്ച് നേരം വെറുതെ വിട് എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ നോക്കിയിട്ട് അവൾ ജസ്റ്റ് അവിടെ നിന്ന് എണീറ്റ് പോയി. ഉടനെ ലക്ഷ്മി വന്നിട്ട് എൻ്റെ കാലിൻ്റെ അടിയിലിരുന്നു. ലക്ഷ്മി അവിടെ ഇരുന്നു. ഇടയ്ക്കൊരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് എന്തോ കുറച്ച് നേരം ചോദിച്ചു. ഞാൻ കുറച്ച് മറുപടി കൊടുത്തു. പിന്നെ ഞാനവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും എന്തോ എന്നോട് ചോദിച്ചു. ഞാൻ മറുപടി കൊടുത്തു, വീണ്ടും കിടന്നു. ഇതാണ് ലാലേട്ടാ ഞാൻ ചെയ്തത്. ലക്ഷ്മി ആവുമ്പോൾ ഈ ജി 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 എന്ന് പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, അതായത് ചുമ്മാ കലവില്ല സംസാരിക്കത്തില്ല എന്നാണ് നമ്മുടെ ആര്യൻ ഉദ്ദേശിച്ചത്. ഇത് അങ്ങോട്ട് കേട്ടപ്പം ജിസൈലിനും പൊളിഞ്ഞു, അവിടെ ഇരുന്ന എല്ലാവർക്കും പൊളിഞ്ഞു. കാരണം വേറൊന്നും കൊണ്ടല്ല പൊറിയുന്നത്, മറ്റേ ജിസൈലും ആര്യൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനൊരു സാധനം ജിസൈൽ എപ്പോഴും ഈ പറഞ്ഞ് ഇങ്ങനെ ജി 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 എന്ന് പറഞ്ഞിരിക്കും ലാലേട്ട എന്ന് പറയുമ്പോൾ ജിസൈൽ മാത്രമല്ല അവിടെയുള്ള ബാക്കി എല്ലാവർക്കും പൊളിയും. അതിനകത്ത് ഒരു തെറ്റും പറയാനില്ല. ആരും പക്ഷേ അതിനെ നല്ല രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലക്ഷ്മി വെറുതെ മിണ്ടാറില്ല, എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ മിണ്ടുള്ളൂ. പിന്നെ ലക്ഷ്മിയോട് എനിക്കങ്ങനെ പറയാൻ പറ്റുമോ ലാലേട്ടാ, നമുക്ക് അത്ര അടുത്തിരി അറിയാവുന്ന ആളോടല്ലേ എനിക്കിപ്പം സംസാരിക്കേണ്ട, നീ എണീറ്റ് പോകുന്നൊക്കെ പറയാൻ പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ ജിസൈലിനോട് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അതിന് ശേഷം അക്ബർ
അതായത് ഈ ജിസൈൽ ആര്യൻ ഇഷ്യൂയിൽ അക്ബറിന്റെ കുത്തിത്തിരിപ്പുണ്ടല്ലോ, അതിനെപ്പറ്റി അവിടെ സംസാരിക്കുന്നുണ്ട്. അക്ബർ നല്ല രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കും, അത് വേറെ കാര്യം. കാരണം അക്ബറിനും കണ്ടന്റ് വേണം. ഒണിയിലിനെ മറ്റേ കുത്തിക്കേറി വിട്ടല്ലോ, ആ ഒരു കേസ്. ഒണിയിലിനും കണ്ടന്റ് വേണം. പക്ഷെ ഒണിയിൽ കണ്ടന്റ് മാത്രം നോക്കി നിൽക്കുന്ന ഒരാളല്ല. ഒണിയിൽ കുറച്ചും കൂടി ഒരു ജെന്റിൽമാൻ ആണ്. പുള്ളി കണ്ടന്റ് അത് മാത്രം നോക്കി നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പക്ഷെ അക്ബറൊക്കെ കാലക്കനായിട്ട് കണ്ടന്റ് മാത്രം നോക്കി നിൽക്കും. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ അവിടെ സംസാരം നടക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് പറഞ്ഞങ്ങോട്ട് പോയി. ലാലേട്ടൻ ബ്രേക്കും പറഞ്ഞങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ പിന്നെ അടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടി. ഒണിയിലും അക്ബറും ജിസയിലും ആര്യനുമായിട്ട് ഇവരുടെ ഈ വിഷയം തന്നെ അത് പിന്നെയും കുത്തിപ്പൊക്കി ഈ അനുമോൾ എന്ന് പറഞ്ഞ കേസുണ്ടല്ലോ. അപ്പം അത് ഒണിയിൽ കണ്ടെന്നോ അങ്ങനത്തെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ടോക്ക് അത് വീണ്ടും കുത്തിപ്പൊക്കി. അതിൻ്റെ ഇടയ്ക്ക് ജിസയിൽ പറയുന്നത് കേട്ടു, എൻ്റെ മമ്മി കാണും, എൻ്റെ മമ്മി കാണും, എൻ്റെ അമ്മ കാണും, നിങ്ങൾ എന്തോ ഒണിയിൽ ഷട്ട് യുവർ മൗത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ആലോചിച്ചത് എന്താണെന്നറിയോ, മനസ്സിലൂടെ പോയത് വേറൊന്നുമല്ല, ഈ ആര്യനുമായിട്ട് കിടന്ന് ഈ കുന്തളിപ്പൊന്നും കാണിക്കുമ്പോൾ മമ്മി കാണുമെന്നോ ഒന്നും തോന്നിയിട്ടൊന്നും ഇല്ലേ? അല്ല അതൊന്നും ഒരു കുഴപ്പമല്ലേ? ഉണ്ണിയിലൊക്കെ അതിരുന്ന് പറഞ്ഞപ്പോഴാണോ അത് വലിയ പ്രശ്നമായത്? അല്ല എന്ന് വെച്ചിട്ട് ആര്യനും ജിസയിലും വൃത്തികേട് കാണിച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ, അങ്ങനൊന്നും ഇല്ല. പക്ഷെ അത് മനസ്സിലായല്ലോ, ഒരുപാട് ടോക്സ് അതിൻ്റെ കഴിഞ്ഞു. പിന്നെ ഇപ്പം അത് അതിനെപ്പറ്റി ഒരു സംസാരം വന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ അത് മോശമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വരുന്നു. എവിക്ഷൻ എന്ന് പറയാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചാണ് എവിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒണിയിൽ പോയി, നാളെ ജിസയിലും പോകും. അപ്പോൾ എന്താണെങ്കിലും ഒണിയിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം, വേറെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ലക്ഷ്മി. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ പറയും. ലക്ഷ്മിയുടെ മുഖത്ത് ഒരു സങ്കടം ഉണ്ടായിരുന്നു, ഒരു ക്ഷമ. അത് പുള്ളിയുടെ എനിക്കറിയത്തില്ല, വായിന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്നും ഒണിയിലിനോട് പറയാനുള്ള ഒരു ക്ഷമ, ഒരു സോറി, അത് ലക്ഷ്മിയുടെ മുഖത്തുണ്ടായിരുന്നു. നമ്മുടെ ഒണിയിൽ പോകാൻ നേരത്ത് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്, ലക്ഷ്മിയെയും ഹഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിക്ക് സ്നേഹത്തിന്റെ ആ ഉമ്മ ഒണിയിൽ കൊടുത്തില്ല. ഒണിയിലിന് കൊടുക്കാൻ പറ്റില്ല, ഫ്രണ്ടാണെന്നൊക്കെ ഒണിയിൽ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒണിയിലിന് ആ ഒരു ഉമ്മ എല്ലാവർക്കും കൊടുത്തു. ആദില നൂറെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്, അനുമോളെ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആദില നൂറ നിങ്ങൾക്കൊരു ചേട്ടനുണ്ട് ഫോട്ടോ വെച്ചുകാരൻ, അങ്ങ് വന്നേക്ക് എന്നുള്ള സാധനം വരെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ലക്ഷ്മിക്ക് ഒരു ഉമ്മ കൊടുത്തില്ല, ആ സ്നേഹത്തിന്റെ ഉമ്മ. ലക്ഷ്മിയുടെ അടുക്കലൊക്കെ ചെന്നു, ഹഗ് ചെയ്തു, പിന്നെ അക്ബറിനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചു നേരം വന്ന് സംസാരിക്കുന്നു. ആ സംസാരം കഴിയുമ്പോഴത്തേക്ക്, ആ സംസാരിക്കാൻ വന്ന സമയത്ത് നമ്മളെ ബിഗ് ബോസ് ലക്ഷ്മിയുടെ ഫേസ് കാണിക്കുന്നുണ്ട്. ആ മുഖത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റി. കാരണം അതൊരു നാടകമായിട്ടോ അല്ലെങ്കിൽ അതൊരു ഡ്രാമയായിട്ടോ ഒന്നും ഒരു കരയാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടി ലക്ഷ്മിയുടെ മുഖത്ത് വന്ന ഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും അവർ മീൻ ചെയ്യുന്നുണ്ട്, ഒരു സോറി ഒണിയിലിനോടുള്ള. മനസ്സിലായില്ലേ? അവർക്ക് ഫോക്കസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല അവരത് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റുമല്ലോ, ചില ആളുകൾ കരയുമ്പോഴും അതിനകത്ത് പല പരിപാടികൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഇത് ലക്ഷ്മിയെ ജസ്റ്റ് കുറച്ച് ബാക്കിൽ ലക്ഷ്മി നിൽക്കുകയാണ്, ലക്ഷ്മിയുടെ മുഖത്ത് ആ സങ്കടമുണ്ട്. ഒണിയിലിനോടുള്ള ആ ഒരു സോറി, മനസ്സുകൊണ്ടുള്ള ഒരു സോറി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒണിയിലേട്ടായി എന്തായാലും പുറത്ത് പോകുന്നുണ്ട്. ഒണിയിലേട്ടായി പുറത്ത് പോയി ലാലേട്ടൻ്റെ അടുക്കൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതിന് ശേഷം ടാറ്റ ബൈ ബൈ പറഞ്ഞ് ലാലേട്ടനും പോയി. ലാലേട്ടൻ പോയതിന് ശേഷം നമ്മുടെ ബിന്നി ലക്ഷ്മി ഇവർ രണ്ടുപേരുടെയും ഒരു ചെറിയ കോൺവെർസേഷൻ ഉണ്ട്. അപ്പം അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് വേണമെങ്കിൽ കോണ്ടന്റ് ആണെന്നോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബിഗ് ബോസ് കാണിക്കാതെ നമ്മളെ കാണിച്ച ലക്ഷ്മിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അവിടെ ഉണ്ട്. മനസ്സുകൊണ്ടുള്ളൊരു സോറി അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ എന്താണെങ്കിലും എപ്പിസോഡ് തീരുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ബിന്നിയും കൂടെ ഇരിക്കാൻ നേരത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ പോലും ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ഒണിയിലിൻ്റെ മമ്മി പുറത്തേക്ക് അന്ന് വന്ന് ഫാമിലി റൗണ്ട് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ മമ്മിയും വന്ന് എല്ലാവർക്കും ഉമ്മ കൊടുത്തു, ലക്ഷ്മിക്ക് മാത്രം ഉമ്മ കൊടുത്തില്ല. അപ്പം അത് വെച്ചിട്ടായിരിക്കാം പറയുന്നത്. ഒരിക്കലും ആ മമ്മി എന്നോട് ക്ഷമിക്കില്ല, എനിക്കറിയാം. കാരണം എൻ്റെ മോനാണ് നാളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഒരിക്കലും എനിക്ക് മറ്റൊരാളെ ക്ഷമിക്കാൻ പറ്റില്ല. ഓപ്പോസിറ്റ്, എൻ്റെ മോൻ്റെ ഓപ്പോസിറ്റ് ആരാണോ നിൽക്കുന്നത് അവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഒണിയിലിൻ്റെ മമ്മി അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എന്തായിരിക്കും ഞാൻ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും ഒണിയിലിൻ്റെ മമ്മി ചെയ്യുന്നത്. ഉടനെ ബിന്നി പറയുന്നുണ്ട്, ഇതൊന്നും എടുത്ത് ഒരുപാട് തലയിൽ വെക്കണ്ട, നിങ്ങൾ ഇത് കഴിയൂ, ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇത് കാണാൻ പറ്റുമല്ലോ, ഒണിയിലിൻ്റെ വീട്ടിൽ പോവുക, ഒരു റൗണ്ട് ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ കാര്യമൊന്നും അല്ല എന്നൊക്കെ നമ്മുടെ ബിന്നി ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് വേണമെങ്കിൽ ഒരു നാടകമായിട്ടോ ഒരു ഡ്രാമയായിട്ടോ എനിക്ക് തോന്നുന്നില്ല, പക്ഷെ വേണമെങ്കിൽ അങ്ങനെ എടുത്തു, അങ്ങനെ പറയുന്നവർ കാണും. പക്ഷേ വീണ്ടും പറയുന്നു, ലക്ഷ്മിയുടെ ആ ഫേസിലുണ്ടായിരുന്നു. ലാസ്റ്റ് അല്ല, അതിന് മുമ്പ് ഒണിയിൽ പോകുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിലുണ്ടായിരുന്നു.
മനസ്സ് തൊട്ടുള്ള ഒരു സോറി. തെറ്റുകൾ പറ്റും, എല്ലാവർക്കും പറ്റുമടെ. പക്ഷേ നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ കയറി വന്നപ്പോൾ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വേണ്ട ഞാൻ വീണ്ടും അത് കുത്തിപ്പൊക്കുന്നില്ല, അതൊക്കെ എന്ത് മീൻ ചെയ്തിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും ഇന്ന് ലക്ഷ്മിയുടെ മനസ്സ് തൊട്ട്, അല്ലെങ്കിൽ ലക്ഷ്മി മനസ്സ് തൊട്ട് ഒരു സോറി അത് പറയാതെ പറഞ്ഞു കഴിഞ്ഞു ഉണിയിലിനോട്. നമുക്ക് ക്ഷമിക്കാം ഉണിയിലിനോടൊന്ന്, ലക്ഷ്മിയോട്, ഉണിയിലിൻ്റെ ഫാമിലിക്ക് ക്ഷമിക്കാൻ പറ്റട്ടെ. അതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. ഈ ക്ഷമ കൊടുക്കുന്നിടത്താണല്ലോ നമ്മൾ കുറച്ചും കൂടി മറ്റേ വലിയ ആൾക്കാരായി മാറുന്നത്, അല്ലേ? അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് അവിടെ നടന്നത്. എൻ്റെ അനുമോളുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് പ്രാർത്ഥിക്ക് ആ കൊച്ചു നന്നായിട്ട് ഗെയിം കളിക്കാൻ. അല്ലാതെ ഇങ്ങനെയൊക്കെ അന്നൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ ഫ്രണ്ട് ചെയ്യുന്നപ്പം, സപ്പോർട്ട് ചെയ്തതാണ്, ഇവിടെ നിന്ന് കൈയടിച്ചതാണ്, ആ പറഞ്ഞ സ്ഥാനത്തിൽ തന്നെ ഉറച്ചു നിന്നതിന്. ഇന്ന് പക്ഷേ ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ കിടന്ന് മെഴുകുന്ന മെഴുകലുണ്ടല്ലോ, ഭക്ഷണം, റെസ്പെക്ട്, എന്തിന്, എന്ത് കാര്യത്തിന്? സ്വന്തമായിട്ട് തനിക്ക് മാത്രം മതിയോ കണ്ടന്റ്? അവിടെ വേറെ ആൾക്കാരില്ലേ കണ്ടന്റ് ഉണ്ടാക്കട്ടെ? അതും ഈ കേക്കിൻ്റെ പുറത്തൊക്കെ കണ്ടന്റ് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തായിട്ട് മറ്റേ ഹൈപ്പ് വീഡിയോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി ബാക്കി ലൈവ് ഇല്ല, ഇന്നും ഇല്ല, നാളെ ഇല്ല, ഒന്നുമില്ല. ഇന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞായറാഴ്ച രാവിലെ ആയിരിക്കും, ശനിയാഴ്ച പാതിരാത്രി ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞായറാഴ്ചത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഇനിയും അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.